ഹായ് ഹലോ നമസ്കാരം. മൈ മൂവീസിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന സിനിമ ബിഗ് ബൻ. നമ്മുടെ വിനു മോഹൻ്റെ അനിയൻ അനു മോഹൻ നായകനായി വന്ന ഒരു അടിപൊളി ഫാമിലി ത്രില്ലർ ഒരു സിനിമയാണ്. അപ്പോൾ ആ സിനിമയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മളുടെ റിവ്യൂ. ഏതൊരു ത്രില്ലർ ആരാധകനെയും നിരാശപ്പെടുത്താൻ സാധ്യത ഇല്ലാത്ത ഒരു അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു സിനിമ, ഒരു എക്സ്പീരിയൻസ്. അതാണ് ബിഗ് ബൻ. ത്രില്ലടിപ്പിച്ചുകൊണ്ട് ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് വിജയക്കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബൻ. എല്ലാവരും കാണണം. ചുരുക്കി പറഞ്ഞാൽ കുടുംബത്തോടൊപ്പം പോയി ടിക്കറ്റ് എടുത്തിട്ട് സിനിമ കാണാം. അടിപൊളിയായിട്ട് ത്രില്ലടിപ്പിക്കുന്ന ഒരു അടിപൊളി പടം. അതാണ് ബിഗ് ബൻ. ഈ ത്രില്ലർ സിനിമ കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് ബിനോ അഗസ്റ്റിനാണ്. അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഭദ്രമായി തന്നെ, അല്ലെങ്കിൽ അദ്ദേഹം നമുക്ക് വളരെ അടിപൊളിയായി തന്നെ ഇതിൻ്റെ ചിത്രീകരണം അല്ലെങ്കിൽ ഇതിൻ്റെ സംവിധാന മികവ് നമുക്ക് കാട്ടി തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കണ്ടു വാച്ച് ചെയ്തിട്ട് റിവ്യൂ പറയേണ്ട ഒരു സിനിമ കൂടി തന്നെയാണ്. ഒരു ലണ്ടനിൽ താമസിച്ചു വരുന്ന ഒരുപാട് ഫാമിലീസുകളുണ്ട്. ഒരു പക്ഷേ ലണ്ടനിലത്തെ നിയമ വ്യവസ്ഥകളൊന്നും ശരിക്കും ഇപ്പോഴും ലണ്ടനിൽ താമസിക്കുന്ന മലയാളിക്ക് കൂടുതലൊന്നും അറിയാൻ പാടില്ല എന്ന് തോന്നുന്നു. അങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറ്. നമ്മൾ ഇനിയിപ്പോൾ പ്രവാസികളാണെങ്കിൽ പോലും നമ്മൾ പുറത്തു പോയി താമസിക്കുമ്പോൾ അവിടുത്തെ നിയമാവലികൾ നമുക്ക് 100% അറിഞ്ഞിരിക്കണമെന്നില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വളരെ രസകരമായിട്ട് പോകുന്ന ഒരു ത്രില്ലർ സ്റ്റോറിയാണ്. അങ്ങനെ ഉണ്ടാവുന്ന ഒരു ലണ്ടൻ നിയമക്കുരുക്കിൽപ്പെടുന്ന ഒരു നായകൻ്റെ ഒരു കഥയാണ് ബിഗ് ബൻ പറയുന്നത്. സിനിമ തുടക്കം മുതൽ അവസാനം വരെ പ്രേക്ഷകർ ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആവുന്ന ഒരു സിനിമയാണ്. ത്രില്ലടിപ്പിച്ചുകൊണ്ട് എൻഗേജ് ആക്കിയിരുത്തുന്ന ഒരു സിനിമ തന്നെയാണ് അനുമോഹൻ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സിനിമ. വിനുമോഹൻ എന്ന് പറയുന്ന ഒരു ജ്യേഷ്ഠൻ്റെ ഒരു പാതയിലൂടെ ഒരു നായകനായിട്ട് ഇനി മുമ്പോട്ട് പോകേണ്ട ആവശ്യം ഒരിക്കലും വരില്ല മോഹന്. കാരണം അനുമോഹൻ ഈസ് വെരി 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 ടാലൻറ്റഡ്, അല്ലെങ്കിൽ അടിപൊളിയായിട്ട് അഭിനയിച്ച് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്ന ഒരു സിനിമ കൂടിയാണ്. നമുക്ക് നല്ലൊരു നായകനെ കൂടി മലയാള സിനിമയ്ക്ക് കിട്ടി എന്ന് തന്നെ പറയാം. യഥാർത്ഥ സംഭവങ്ങളെ തിരക്കഥയാക്കി ഒരു സിനിമയാക്കി നമ്മുടെ മുന്നിൽ എത്തിച്ചിരിക്കുകയാണ് നമ്മുടെ ബിനോ അഗസ്റ്റിൻ എന്ന് പറയുന്ന സംവിധായകൻ ഈ സിനിമയിലൂടെ. യു കെയിലെ മലയാളികളുടെ ജീവിത കഥയിലൂടെ പോകുന്ന ഒരു ത്രില്ലർ സ്റ്റോറി തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. കാരണം മുംബൈ അതേപോലെ ലണ്ടൻ, കേരളത്തിലെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ മിക്സ് ചെയ്തിട്ട്, കാരണം നമ്മൾ സാധാരണ നമ്മളുടെ ഓരോ സീനുകളും ചീറ്റ് ചെയ്യാറുണ്ട്. മുംബൈ അല്ലെങ്കിൽ UK ഒക്കെ ഇത് എല്ലാം ഒറിജിനലായിട്ട്, അല്ലെങ്കിൽ അവിടെ ആ ഒരു സിറ്റുവേഷൻ ചെയ്യാൻ വേണ്ടി ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും രാജ്യങ്ങൾ കറങ്ങി നടന്ന സിനിമ എടുത്ത ഒരു സിനിമ കൂടിയാണ് ഈ സിനിമ. അതുകൊണ്ട് തന്നെ കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും തിയേറ്ററിൽ ചെന്ന് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് കാണേണ്ട ഒരു സിനിമ തന്നെയാണ് ഈ സിനിമ. ഓക്കെ, മലയാള സിനിമയ്ക്ക് നല്ലൊരു നടനും നല്ലൊരു സംവിധാനവും നമുക്ക് വീണ്ടും കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണുക, ആസ്വദിക്കുക. അതിലൊന്നും പറയാനില്ല. അനു മോഹൻ അഭിനയിച്ച നമ്മുടെ ബിനോ അഗസ്റ്റിൻ സംവിധാനം ചെയ്ത സിനിമ ദെൻ നമ്മുടെ ബിഗ് ബൻ എന്ന് പറയുന്ന ഈ സിനിമ വളരെ മനോഹരമായ സിനിമയാണ്. ഫാമിലികൾക്ക് പോയിട്ട് ഇരുന്ന് കാണാൻ പറ്റിയ വളരെ മനോഹരമായ സിനിമയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്റർ എക്സ്പീരിയൻസിൽ തന്നെ കാണുക. ബെസ്റ്റ് ഓഫ് ലക്ക് ആൻഡ് താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു സിനിമ നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് കിട്ടിയതിന് നമുക്ക് അഭിമാനിക്കാം. നല്ലൊരു നായകനെയും നല്ലൊരു സംവിധായകനെയും നമുക്ക് കിട്ടിയിരിക്കുന്നു. കൈയടിച്ച് വരവേൽക്കാം ബിഗ് ബൻ.